അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയിൽ. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ശബരിമല തീർത്ഥാടനത്തിലെ ഏറ്റവും പ്രമുഖമായ സ്ഥലം ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എരുമേലി എന്നാണ്. എരുമേലിക്ക് എന്താണ് ഇത്ര പ്രത്യേകത? മതേതരന്മാർ പറയും മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമാണ് എരുമേലി എന്ന്. പക്ഷെ അത് എത്രമാത്രം ശരിയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടതായുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്ന സ്ഥലം ഇവിടമാണ്. അയ്യപ്പസ്വാമിമാരെ, ദർശനത്തിന് എത്തുന്ന സ്വാമിമാരെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, മാക്സിമം 5 രൂപ വരെ വില വാങ്ങിക്കാൻ വെച്ചാൽ പോലും 4 രൂപ ലാഭം കിട്ടുന്ന ശരക്കോൽ 50 രൂപയ്ക്ക് വിൽക്കുക എന്ന് പറയുന്നത് ചിന്തിക്കുമ്പോൾ നമുക്കത് അയ്യപ്പന്മാരുടെ കഴുത്തറക്കുന്നതിന് തുല്യമായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ. ഒരേ ഒരു ലക്ഷ്യം ശബരിമല എന്നുള്ള ആ ബോധ്യത്തോടു കൂടി വരുന്ന സ്വാമി ഭക്തരെ ചൂഷണത്തിൻ്റെ പരകോടിയിൽ എത്തിക്കുന്ന സ്ഥലമാണ് എരുമേലി. അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാമിമാർ എവിടെയും എപ്പോഴും ചൂഷണ വിധേയരാണ്. ബോർഡും ഒട്ടും പുറകിലല്ല, ദേവസ്വം ബോർഡ്. എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് എരുമേലി എന്ന സ്ഥലത്തിൻ്റെ പൂർവചരിത്രമാണ്. എരുമകൊല്ലി എന്ന് പഴമക്കാർ പറഞ്ഞിരുന്ന സ്ഥലമാണ് പിൽക്കാലത്ത് എരുമേലിയായി മാറിയത്. എന്താണ് എരുമകൊല്ലി എന്ന് പറയാൻ കാരണം? അത് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ പുണ്യഭൂമി മഹിഷി നിഗ്രഹത്തിന് വേദിയായ ഇടമാണെന്ന്. അങ്ങനെയുള്ള ആ സ്ഥലം എരുമകൊല്ലി, ആ സ്ഥലനാമം പിന്നീട് എരുമേലിയായി മാറുകയാണ്. ഹരിഹരപുത്രനായ വീരമണികണ്ഠൻ തൻ്റെ അവതാരോദ്ദേശമായ മഹിഷി നിഗ്രഹത്തിന് എത്തിച്ചേർന്ന ഇടമാണ് എരുമകൊല്ലി. അതിനു മുമ്പായ സ്ഥലത്തിന് മറ്റെന്തോ പേരുണ്ടായിരുന്നതാണ്. എന്തായാലും ഏറ്റവും ഉപദ്രവകാരിയായിരുന്ന ആ ദുർഭൂതത്തെ, നാടിനെ വിറപ്പിച്ച മഹിഷിയെ നിഗ്രഹിച്ചത് എരുമകൊല്ലിയിൽ വെച്ചാണ്. അതോടുകൂടി അതിനു മുമ്പ് ഉണ്ടായിരുന്ന പേരെന്തോ അത് മറന്ന് നാട്ടുകാരെല്ലാവരും എരുമകൊല്ലി എരുമകൊല്ലി എന്ന് വിളിക്കാനിടയായി. ഈ സ്ഥലനാമം പിൽക്കാലത്ത് കുറച്ചുകൂടി പരിഷ്കരിച്ച് എരുമകൊല്ലി എരുമേലിയായി മാറി. മണികണ്ഠൻ മഹിഷിയെ നിഗ്രഹിച്ചതറിഞ്ഞ് എരുമേലി നിവാസികൾ നടത്തിയ ആനന്ദ നൃത്തത്തിൻ്റെ അനുസ്മരണമാണത്രേ പേട്ടതുള്ളൽ. ആരായിരുന്നു മഹിഷി? പൂർവചരിത്രം ഇതിനു മുമ്പ് പറഞ്ഞതായതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്ന പുരുഷന്മാരെ കടിച്ചു കീറി ഉപദ്രവിക്കുന്ന മഹിഷിയെയാണ്
മണികണ്ഠസ്വാമി വധിച്ചത്. കോട്ടയം ജില്ലയിലെ ഐതിഹ്യപ്രസിദ്ധമായ എരുമേലി അഥവാ എരുമകൊല്ലിയിലാണ് ശബരിമല തീർത്ഥാടകർ ആദ്യമായിട്ട് എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ശബരിമലയ്ക്ക് തുല്യം ശബരിമലയുടെ ആദ്യ പടി എന്ന് പറയുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എരുമേലിയിലെ പേട്ടയോടുകൂടിയാണ് അതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഭക്തരുടെ പ്രമുഖമായ ഇടത്താവളമാണ് എരുമേലി. ഇവിടെ കാലാകാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന പേട്ടതുള്ളൽ എന്ന അനുഷ്ഠാനത്തിന് ശേഷമാണ് ശബരിമല സന്നിധാനത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇവിടെ വച്ച് നമുക്കൊരു തീരുമാനം എടുത്തേ പറ്റൂ. അതായത് 3 വഴികളാണ് സന്നിധാനത്തേക്ക് ഇവിടെ ഉള്ളത്. ഒന്ന് പരമ്പരാഗത പാതയാണ്. പരമ്പരാഗത പാത എന്നുദ്ദേശിക്കുന്നത് കാനനപ്പാതയാണ്. കാനനപ്പാതയിലൂടെ എല്ലാവരും പോകുന്നില്ല. പിൽക്കാലത്ത് ദേവസ്വം ബോർഡ് ഒരു റോഡ് തയ്യാറാക്കി. ആ തയ്യാറാക്കിയ റോഡ് ചാലക്കയത്ത് നിന്നും പമ്പയിലേക്കുള്ള റോഡാണ്. ചാലക്കയത്ത് നിന്നും പമ്പയിലേക്കുള്ള റോഡ് പൂർത്തിയാക്കി അത് ഉപയോഗത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനു മുൻപ് സ്വാമിമാർക്ക് എത്താൻ കഴിയുമായിരുന്ന അവസാന ദൂരം എന്ന് പറയുന്നതായിരുന്നു ചാലക്കയം. മുഴുവൻ വാഹനങ്ങളും ചാലക്കയത്ത് പാർക്ക് ചെയ്തതിന് ശേഷമാണ് കാൽനടയായിട്ടാണ് പമ്പയിലേക്ക് സ്വാമിമാർ ഏതാണ്ടൊരു 30 വർഷം മുമ്പ് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് അതിന് മാറ്റം വന്നുകൊണ്ട് ഏതാണ്ട് 5 കിലോമീറ്ററോളം വരുന്ന ദൂരം ദേവസ്വം ബോർഡിൻ്റെ സ്വന്തം റോഡായിക്കൊണ്ട് വനമേഖലയിലൂടെ കടന്നു വന്ന് ചാലക്കയത്ത് നിന്നും പമ്പയിലേക്കുള്ള റോഡ് പൂർത്തിയായപ്പോൾ ഇന്ന് നമുക്ക് ത്രിവേണി സംഗമത്തിൽ തന്നെ ബസ് ഇറങ്ങാനായിട്ട് സാധിക്കുന്നു. ത്രിവേണി സംഗമം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കേണ്ട. യഥാർത്ഥത്തിലുള്ള ത്രിവേണി സംഗമം നമ്മൾ ചെന്നിറങ്ങുന്ന അവിടെ നിന്ന് വീണ്ടും കുറച്ചുകൂടി ഇടതുവശത്ത് താഴെ വശത്താണ് പമ്പയിൽ. അവിടെയാണ് കല്ലാർ കക്കട്ടാർ എന്ന് തുടങ്ങുന്ന 2 നദികൾ പമ്പയിൽ യോജിക്കുന്നത്. ആ സ്ഥലത്തിന് സാധാരണഗതിയിൽ പറയുന്ന പേര് വലിയാനത്താവളം എന്നാണ് എന്ന വസ്തുതയും കൂടി ഈ അവസരത്തിൽ മനസ്സിലാക്കുക. അപ്പോൾ ഒന്നാമത്തെ വഴി എന്നുദ്ദേശിക്കുന്നത് എരുമേലിയിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ വന്നെത്താൻ, വാഹനങ്ങളിൽ കൂടി വന്നെത്താൻ സാധിക്കുന്ന ആ വഴി വന്നു കയറുന്നത് എലവുംചോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ എലവുംചോട്ടിലേക്ക് എത്തുന്നത് വരത്തേക്കുള്ള വഴി അത് അടുത്ത കാലത്തുണ്ടായതാണ്. അതല്ല, കാനനപ്പാതയ്ക്ക് തുല്യമായിട്ട് വാഹനത്തിൽ ചാലക്കയം വരെ വന്നുകൊണ്ടിരുന്ന വഴി എന്ന് പറയുന്നത് എരുമേലിയിൽ നിന്ന് പുറപ്പെട്ട് റാന്നിയിലെത്തി, റാന്നിയിൽ നിന്ന് വടശ്ശേരിക്കര വഴി നേരെ എത്തിച്ചേരുന്നതാണ് ഈ പറഞ്ഞ എലവുംചോട്ടിൽ നമുക്ക് സംഗമിക്കാനായിട്ട് സാധിക്കും. അതേസമയം കാനനപ്പാതയിലൂടെ യഥാർത്ഥത്തിലുള്ള ശബരിമലയിലേക്കുള്ള പരമ്പരാഗത പാത എന്നതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എരുമേലിയിൽ നിന്ന് പോകേണ്ടുന്നത് മറ്റൊരു വഴിക്കാണ്. അങ്ങനെ പോകാൻ തയ്യാറായി നമുക്ക് കാനനപ്പാതയിലൂടെ ആദ്യത്തെ യാത്ര തുടരാം. എരുമേലിയിൽ നിന്നും പുറപ്പെട്ട് മഹിഷി നിഗ്രഹത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. പുത്തൻ വീട് എന്നാണ് അതിന് പറയുന്നത്. ആ പുത്തൻ വീടിൻ്റെ ഇന്നത്തെ സൂക്ഷിച്ചിരിക്കുന്നത്, ആ വീടിൻ്റെ ഉടമസ്ഥൻ ഗോപാലപിള്ള എന്ന് പറയുന്നയാളാണ്. അങ്ങനെ പുത്തൻ വീട്ടിൽ നമ്മൾ എത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മഹിഷിയെ നിഗ്രഹിക്കാനായിട്ട് സ്വാമി ഉപയോഗിച്ച വാള് നമുക്ക് കാണാം. അവിടുത്തെ ആ വാളിൻ്റെ ദർശനത്തിന് ശേഷം നേരെ പേരൂർത്തോട് കടന്ന് കാളകെട്ടി വഴിയാണ് നമ്മുടെ യാത്ര. കാളകെട്ടി എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയും ആ കാളകെട്ടി എന്ന പേര് കിട്ടാനുള്ള കാരണവും ഇതിനു മുമ്പ് വിശദമാക്കിയതുകൊണ്ട് ആവർത്തന വിരസത ഒഴിവാക്കാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അവിടെ നിന്ന് എത്തുന്നത് അഴുതയിലാണ് നമ്മൾ എത്തുന്നത്. വാഹനത്തിലാണെങ്കിൽ എരുമേലിൽ നിന്ന് ദൂരം കുറഞ്ഞ മാർഗത്തിലൂടെ എലവുംചുവട്ടിൽ എത്താം. റാന്നി, മണ്ണാറക്കുളഞ്ഞി, വടശ്ശേരിക്കര, കൂനങ്കര വഴി അവിടെ ആ വഴിക്കും നമുക്ക് എലവുംചുവട്ടിലെത്താം. അതും വാഹനത്തിലൂടെയാണ്.
അപ്പോൾ ഈ വഴിക്ക് ഉപയോഗിക്കുന്നത് പത്തനംതിട്ടയിലെത്തി എരുമേലിയിൽ പോകാതെ ഈ വഴിക്ക് വരുന്ന സ്വാമിമാരും ഏറെയുണ്ട്. നിലയ്ക്കൽ ചാലക്കയം വഴിയാണ് പമ്പയിലെത്തുന്നത്. എരുമേലിയിലെ പ്രസിദ്ധമായ ക്ഷേത്രം ഏവർക്കും അറിയാം. യുദ്ധസന്നദ്ധനായി, യോദ്ധാവായി, ആയുധധാരിയായി, മാത്രമല്ല ക്രൗര്യഭാവത്തിൽ നിൽക്കുന്ന വിഗ്രഹമാണ് എരുമേലിയിലുള്ളത്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, പഞ്ചമഹാശാസ്താക്ഷേത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതിൽ ഒന്നും എരുമേലിലെ ക്ഷേത്രം ഉൾപ്പെടുന്നില്ല. പക്ഷേ ശബരിമലയ്ക്ക് തുല്യമായിട്ടോ ശബരിമലയോടൊപ്പമോ ഉള്ള ഒരു പ്രാധാന്യം എരുമേലി ക്ഷേത്രത്തിനുണ്ട് എന്ന വസ്തുത ഓർക്കണം. കാരണം സന്നിധാനത്തേക്കുള്ള യാത്രയിൽ ഏറ്റവും ആദ്യം പേട്ട ശാസ്താവിൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ടാണ്, യുദ്ധസന്നദ്ധനായി നിൽക്കുന്ന മണികണ്ഠസ്വാമിയുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് അവിടെ നിന്നും നമ്മൾ യാത്ര പുറപ്പെടുന്നത്. ഇവിടെ ഈ ക്ഷേത്രത്തോടനുബന്ധമായിട്ട് ഉപദേവതകളായി ഭഗവതിയും നാഗരാജാക്കന്മാരും ഉണ്ട്. അവിടെയും ദർശനത്തിന് ശേഷം എരുമേലിയെ മതസൗഹാർദ്ദത്തിൻ്റെ പേര് പറഞ്ഞു നിൽക്കുന്ന വാവർവള്ളി യഥാർത്ഥത്തിൽ വിശ്വാസവഞ്ചനയുടെ ഒരു പ്രതീകമാണെന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അയ്യപ്പനാണ് തങ്ങളുടെ എല്ലാം എല്ലാം എന്ന് വിശ്വസിച്ചു വരുന്ന, എല്ലാം അയ്യപ്പൻ എന്ന് വിചാരിച്ചു വരുന്ന അയ്യപ്പന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് പള്ളിയിൽ നേർച്ച ഇടുവിക്കുകയും നാളികേരം മുടപ്പിക്കുകയും ചെയ്യുന്നു. ഭസ്മം പ്രസാദമായി നൽകുന്നു. കൂടാതെ അവിടെ ഇരിക്കുന്ന ഒരു ബോർഡുണ്ട്. ആ ബോർഡിൽ അള്ളാഹ് അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഉദ്ഘോഷിക്കുന്നതാണ് അത്. അറബി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. അതിലെല്ലാം ഉപരി ഈ വാവർപള്ളി ഇത് വാവർപള്ളി അല്ല എന്നും നയനാർ പള്ളിയാണെന്നും വ്യക്തമാക്കി ബോർഡും വച്ചിരിക്കുന്നു. എന്നിട്ടും അവിടെ പോയി നമ്മൾ വലിയ മതേതരക്കാരാണെന്ന് ഭാവിക്കുന്നത് ആരെയോ ബോധ്യപ്പെടുത്താൻ ചെയ്യുന്നതോ അതോ സ്വയം ആത്മവഞ്ചന നടത്തുന്നതോ എന്ന് ഓരോ സ്വാമിമാരും ചിന്തിച്ചു നോക്കണം. പേട്ട തുള്ളുന്നതിന് അകമ്പടി സേവിച്ച് നാദസ്വരം, തവിൽ, കുഴൽ തുടങ്ങിയ പാണ്ടിമേളങ്ങൾ പേട്ട ചൈതന്യവത്താക്കുന്നു. അവതാര ലക്ഷ്യം കൈവരിച്ച് ഭക്തജനങ്ങൾക്ക് അഭീഷ്ട വരസിദ്ധികൾ പ്രദാനം ചെയ്ത് വിരാജിക്കുകയാണ് മഹിഷി മർദ്ദകനായ എരുമേലി ശ്രീധർമ്മശാസ്താവ്. പഞ്ചമഹാശാസ്താ ക്ഷേത്രങ്ങളിൽ പെടുന്നതല്ല എരുമേലി എങ്കിലും അവയിൽ പെടുന്ന ശബരിമല ക്ഷേത്രത്തോളം തന്നെ പ്രാധാന്യവും പുരാവൃത്തവും അടങ്ങുന്നതാണ് എരുമേലി ക്ഷേത്രം എന്ന് മനസ്സിലാക്കണം. ഈ ക്ഷേത്രത്തിന് ചുരുങ്ങിയത് 1100 പരം വർഷങ്ങളുടെ പഴക്കം കണക്കാക്കുന്നു. ആദ്യകാല ഉടമസ്ഥാവകാശം നാടുവാഴികളായിരുന്നു, അബ്രാഹ്മണർ, അതായത് ക്ഷത്രിയരായിരുന്നു. തുടർന്ന് രാജഭരണം നിലവിൽ വന്നപ്പോൾ രാജഭരണത്തിലേക്ക് മാറി. ഇപ്പോൾ നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഇതിൻ്റെ ഭരണ സംവിധാനം നടത്തുന്നത്. അപ്പോൾ അതിനുശേഷം എരുമേലിലെ ഈ പേട്ട തുള്ളലിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മൾ പരാമർശിച്ച ഒരു വീടിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്, പുത്തൻ വീട്. ആ പുത്തൻ വീട് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. എരുമരൂപിണിയായ അല്ലെങ്കിൽ മഹിഷിയെ വധിക്കുന്നതിന് വേണ്ടി അയ്യപ്പസ്വാമി എത്തിച്ചേരുകയും ആ അയ്യപ്പസ്വാമി അന്നത്തെ ദിവസം വസിക്കുകയും ചെയ്യേണ്ടി വന്ന ഒരു വീടാണ് ഈ എരുമേലി പുത്തൻ വീട്. മഹിഷിയെ വധിക്കാൻ ഉപയോഗിച്ച വാള് ഇന്നും കെടാവിളക്കോടുകൂടി ആ വീട്ടിൽ സൂക്ഷിക്കുന്നു. എരുമേലിലെത്തുന്ന സ്വാമിമാരിൽ ബഹുഭൂരിപക്ഷവും ഈ പുത്തൻ വീട്ടിലെത്തുകയും അവിടെ നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചതിന് ശേഷമാണ് മുന്നോട്ട് പോകുന്നത്. അതിനെ സംബന്ധിച്ചും വളരെ വിശ്വാസയോഗ്യമായ കഥ വീരമണികണ്ഠൻ്റെ ഭാഗങ്ങളിൽ വ്യക്തമാക്കുന്നു. അത് ഈ പുത്തൻ വീടും ആയിട്ടും വളരെ അഭേദ്യമായ ബന്ധം ഉള്ളതാണ്. എരുമേലിയിലെ പുത്തൻ വീടിന് പറയാൻ ഏകദേശം 1000 വർഷത്തെ പഴക്കമുണ്ട്. എരുമേലിയോളം തന്നെ പഴക്കം എന്ന് പറയാം. എരുമേലിലെത്തിയ അയ്യപ്പൻ അഥവാ വീരമണികണ്ഠൻ വിശന്ന് വലഞ്ഞ് സമീപത്ത് കണ്ട ഒരു വീട്ടിലേക്ക് കയറി ചെന്നു. അവിടെ ഉണ്ടായിരുന്നത് ഒരു മുത്തശ്ശി മാത്രമാണ്. ആ മുത്തശ്ശി ഈ കുട്ടിയുടെ ക്ഷീണഭാവം കണ്ട് അവിടെ ചെന്നെത്തിയ ആ കുട്ടി
ആവശ്യപ്പെട്ടത് ഭക്ഷണമാണെന്നും കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാതെ സങ്കടപ്പെട്ടു. കാരണം അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് പിറ്റേ ദിവസത്തെ പൂജയ്ക്ക് വച്ചിരുന്ന കുറച്ച് അവൽ മാത്രമാണ്. എന്തായാലും മുത്തശ്ശി ആ അവൽ മണികണ്ഠന് നൽകി. തുടർന്ന് അന്നത്തെ ദിവസം അവിടെ താമസിക്കാനായി തയ്യാറായ മണികണ്ഠനോട് ഇവിടെ ഒരു ദുഷ്ടപിശാചിനിയുടെ ഉപദ്രവമുണ്ടെന്നും ആ ഉപദ്രവം വല്ലാതെ രാത്രികാലങ്ങളിലാണ് അനുഭവപ്പെടുന്നതെന്നും ഒറ്റയ്ക്ക് കാണുന്ന പുരുഷന്മാരെ കടിച്ചു കീറുന്ന ഒരു സ്വഭാവമാണ് ആ രൂപത്തിനുള്ളതെന്നും ആ പിശാചിനെ ഇല്ലായ്മ ചെയ്യാൻ ആര് വിചാരിച്ചിട്ടും സാധിക്കുന്നില്ല എന്നുമുള്ള നാട്ടുകാരുടെ മൊത്തം സങ്കടം മുത്തശ്ശി മണികണ്ഠന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. മുത്തശ്ശിയോട് പറഞ്ഞു, ഒന്നും സങ്കടപ്പെടേണ്ട, വിഷമിക്കേണ്ട, അതിനുള്ള പോംവഴി ഉണ്ടാവും, എന്തായാലും ഈശ്വരനല്ലേ ഉള്ളത് എന്നൊക്കെയുള്ള നിലയിൽ മണികണ്ഠൻ മുത്തശ്ശിയെ സമാധാനിപ്പിച്ച് രാത്രി ആ വീടിൻ്റെ തിണ്ണയിൽ കിടന്നു. മഹിഷിയുടെ ആക്രമണത്തെക്കുറിച്ചും വരാനിരിക്കുന്ന വലിയ അപകടത്തെക്കുറിച്ചും മുത്തശ്ശി വിശദീകരിച്ചെങ്കിലും ഈ വീടിൻ്റെ തിണ്ണയിൽ കിടന്നുകൊള്ളാമെന്നും ഭയപ്പെടാനൊന്നുമില്ല, അമ്മുമ്മ ധൈര്യമായിട്ട് കിടന്നുകൊള്ളുവാനും ബാലൻ അമ്മുമ്മയെ ബോധ്യപ്പെടുത്തി. രാത്രിയിൽ മഹിഷി എത്തി. ഉടവാളുമായി എത്തിയിരുന്ന മണികണ്ഠൻ ഇപ്പോഴത്തെ എരുമേലി ക്ഷേത്രത്തിനു മുൻപുള്ള രുധിരകുളക്കരയിൽ വെച്ച്, രുധിരകുളം എന്നാണ് അതിൻ്റെ പേര്, രുധിരകുളക്കരയിൽ വെച്ച് മഹിഷിയെ വധിച്ചു. തിരികെ പുത്തൻ വീട്ടിലെത്തിയ സ്വാമി മഹിഷിയെ വധിക്കാൻ ഉപയോഗിച്ച വാൾ മുത്തശ്ശിക്ക് നൽകിയത് ഇന്നും പൂജാമുറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. കെടാവിളക്കും അവിടെയുണ്ട്. 2011 പുത്തൻ വീട്ടിലുണ്ടായ ഒരു തീപിടുത്തം. ആ തീപിടുത്തത്തിൽ ഈ മുറി മാത്രം കത്തി നശിച്ചില്ല. തടിയിൽ തീർത്ത ആരൂഢവും ഭിത്തിയും നശിച്ചെങ്കിലും കേടുപാടുകൾ കൂടാതെ ആ മുറി ഇന്നും ശേഷിക്കുന്നു. പിൽക്കാലത്ത് പുല്ലുമേഞ്ഞിരുന്ന ഈ വീട്, ആദ്യകാലങ്ങളിൽ പുല്ലുകൊണ്ടാണ് ഈ വീട് മേഞ്ഞിരുന്നതെങ്കിലും പിൽക്കാലത്ത് അത് ഓലയിലേക്ക് വഴിമാറി. ഇപ്പോൾ നിലവിൽ അത് ഷീറ്റിലേക്കാണ് മാറിയിരിക്കുന്നത്. ഷീറ്റിട്ടാണ് ഈ വീട് മോടിയാക്കിയിരിക്കുന്നത്. പുത്തൻ വീട്ടിൽ ഗോപാലപിള്ളയുടെ സംരക്ഷണത്തിലാണ് നിലവിൽ ഈ വീടുള്ളത്. 6 അടിയിലേറെ ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന അതിൻ്റെ തറ, സാധാരണ രീതിയിൽ ഹിംസ്ര മൃഗങ്ങളുടെ സാന്നിധ്യമുണ്ടായിരുന്ന സ്ഥലത്ത് 6 അടിയിലേറെ ഉയരത്തിലുള്ള ഈ വീട് തറ കെട്ടുന്നതിനുള്ള കാരണം മൃഗങ്ങളുടെ ഉപദ്രവത്തിൽ നിന്നും ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിലവിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം എരുമേലി വലിയമ്പലത്തിൽ നിന്ന് 200 മീറ്റർ വടക്ക് കിഴക്കായിട്ടാണ് പത്തൻ വീട് സ്ഥിതി ചെയ്യുന്നത്. മണ്ഡലവിളക്ക് ഉത്സവകാലത്ത് തീർത്ഥാടകരുടെ നല്ല തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആർക്കിയോളജി വകുപ്പ് ഈ വീടിനും വാളിനും 700 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ പുരാവസ്തുവായി സൂക്ഷിച്ചിരിക്കപ്പെടേണ്ട ഒരു സാധനമാണ് അവിടെ അയ്യപ്പൻ ഉപയോഗിച്ചത് എന്നുള്ള വിശ്വാസത്തോടുകൂടി കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഈ വാള്, അത് ശബരിമലയുമായി അഭേദ്യമായ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മഹിഷിയെ വധിക്കാൻ ഉപയോഗിച്ച വാളു സൂക്ഷിച്ചിരിക്കുന്ന പുത്തൻ വീടിനെ കുറിച്ചുമുള്ള വിശദവിവരങ്ങളാണ്. പ്രിയങ്കരായ ശ്രോതാക്കൾക്ക് ഈ വസ്തുതകൾ വിശദമായി മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ. കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ.
ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.